രണ്ട് കാലുകളിൽ നിവർന്നു നിൽക്കാൻ ശേഷിയുണ്ടായിട്ടും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളോടും മുഖം തിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ശരീരം പാതി തളർന്നിട്ടും മണ്ണിനെയും കൃഷിയെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കർഷകനുണ്ട് വൈക്കത്ത്. വാക്കറിന്റെ സഹായത്തോടെയാണ് നടക്കുന്നതെങ്കിലും ജൈവ കൃഷിയിൽ 2 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്താണ് മക്കൻ ചെല്ലപ്പനുള്ളത്. ദൃഢനിശ്ചയത്തിന്റെ പര്യായമായ ഈ കർഷകന്റെ വിശേഷങ്ങളിലേക്ക്. മക്കൻ ചെല്ലപ്പൻ എല്ലാവർക്കും ഒരു മാതൃകയാണ്. ശരീരം തളർന്നെങ്കിലും തന്റെ മനക്കരുത്തിലൂടെ ആ തളർച്ചയെ വളർച്ചയാക്കി മാറ്റിയ കർഷകനാണ് ഇദ്ദേഹം. ശരീരം പാതി തളർന്നിട്ടും കൃഷിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ശരീരം ബലഹീനമാണെങ്കിലും ഈ 66-ാം വയസ്സിലും വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണമെന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുകയാണ് ഈ കർഷകൻ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഗുരുകൃപ ഹോർട്ടിക്കൾച്ചർ നഴ്സറിയിൽ പച്ചക്കറി തൈകൾ നനയ്ക്കുന്നതിനിടെ തെന്നി വീണാണ് ചെല്ലപ്പന്റെ ചലനശേഷി നഷ്ടമായത്. വിഷമില്ലാ പച്ചക്കറി ഉൽപാദനത്തിൽ മക്കൻ ചെല്ലപ്പന് പൂർണ്ണ പിന്തുണയാണ് കുടുംബം നൽകുന്നത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനിതകൾക്കും സ്വാശ്രയ സംഘങ്ങൾക്കും കാർഷികാഭിമുഖ്യമുള്ള വ്യക്തികൾക്കും നല്ല ഇനം പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട് ഇദ്ദേഹം. കർഷകർക്ക് സർക്കാർ ഒരു പച്ചക്കറി തൈക്ക് 3 രൂപ വിലയിടുമ്പോൾ 2 രൂപയാണ് മക്കൻ ചെല്ലപ്പൻ ഈടാക്കുന്നത്. പച്ചക്കറി കൃഷിക്ക് പുറമെ പൂക്കൃഷിയിലും സജീവമാണ് ഇദ്ദേഹം. വൈക്കത്തെ 20 സ്കൂളുകളിൽ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും വിജയകരമായി നടപ്പിലാക്കിയതിനു പിന്നിലും മക്കൻ ചെല്ലപ്പനാണ്. പൂക്കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വൈക്കത്തെ പോലീസ് സ്റ്റേഷനിലും വിവിധ സ്കൂളുകളിലും മക്കൻ ചെല്ലപ്പൻ ഒരുക്കിയ മാതൃകാ കൃഷിത്തോട്ടങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ജനമൈത്രി പോലീസുമായി സഹകരിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ പച്ചക്കറി തൈകൾ ഇദ്ദേഹം സൗജന്യമായി നൽകുന്നുണ്ട്. 2007 ബാംഗ്ലൂർ IIHR നിന്ന് കോട്ടയ നഴ്സറി പഠിച്ചു വന്ന് പുല്ലലയിൽ തുടക്കം കുറിച്ച് വീണ്ടും കടുത്തുരുത്തിയിലെത്തി. കടുത്തുരുത്തിയിൽ നിന്ന് വൈക്കപ്രയാറെത്തി തലയോലപ്പറമ്പിനടുത്ത്. അതിനുശേഷം 6 വർഷമായിട്ട് ചേർത്തലയിലായിരുന്നു. ചേർത്തലയിൽ കാളികുളത്തായിരുന്നു നഴ്സറി പ്രവർത്തിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഈശ്വരാധീനം എന്ന് വേണമെങ്കിൽ പറയാം. ഈശ്വരൻ്റെ അനുഗ്രഹം വളരെ കൂടുതൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഓടിച്ച നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഉല്ലലിയിൽ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നത്. ശ്രീരാമൻ പോലും 13 വർഷം കഴിഞ്ഞാണ് നാട്ടിലെത്തിയത്, നാട് വിട്ടിട്ട് കയറാൻ പറ്റിയത്. പക്ഷേ മക്കന് 6 വർഷം കഴിഞ്ഞപ്പോൾ എത്താൻ പറ്റി. ഇതൊരു മഹാഭാഗ്യം. അത് ശബരിമല മുൻ മേൽശാന്തി ശ്രീ നാരായണൻ നമ്പൂതിരി അദ്ദേഹത്തോട് ഒറ്റ വാക്കേ ചോദിച്ചോളൂ, ഇച്ചിരി സ്ഥലം തന്നുകൂടെ? അദ്ദേഹം മനസ്സോടുകൂടി തന്നു. അതൊരു വിജയം തന്നെയാണ്. അത് ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ അക്ഷീണം പ്രവർത്തിക്കും. എൻ്റെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉള്ള സമയം മുഴുവൻ വിട്ടു ഒരു വീഴ്ചയും കൂടാതെ പ്രവർത്തിച്ച് എൻ്റെ നാടിനെ ഇന്നത്തെ രീതിയിൽ നിന്ന് മാറ്റി വൻ ഹരിത വിപ്ലവത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. വൈക്കം, ചങ്ങനാശ്ശേരി, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും വെച്ചൂർ, തലയാഴം, ഉദയനാപുരം പഞ്ചായത്തുകളുടെയും വൈക്കം നഗരസഭയിലെയും കൃഷിഭവനുകളിൽ നിന്ന് നിരവധി പുരസ്കാരങ്ങളാണ് മക്കൻ ചെല്ലപ്പൻ സ്വന്തമാക്കിയിട്ടുള്ളത്. കൃഷി പ്രോത്സാഹനവുമായി കാലങ്ങളായി, വർഷങ്ങളായി, ഇത് 7ാമത്തെ ഷിഫ്റ്റിംഗ് ആണ് മക്കൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നാട്ടിലെ കർഷകരെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം, അധ്വാനമേ സംതൃപ്തി എന്നുള്ള ഇത് മുൻനിർത്തി മക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രോത്സാഹനജനകമാണ്. എല്ലാവർക്കും വളരെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് പച്ചക്കറി വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ മക്കൻ ചെയ്യുന്ന പ്രശംസനീയമായ ഒരു ചടങ്ങാണ്. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും തുടർന്നും നടത്തിക്കൊണ്ടുപോകാൻ മക്കന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.